കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം. ദയവ് ചെയ്ത് മൃതശരീരത്തിന്റെ വലതുവശത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ടവർ ഒഴികെ അല്പമാകുന്ന നിൽക്കണം എന്ന് ഓർപ്പിക്കുന്നു. ഇടവകയെ പ്രതിനിധീകരിച്ച് അനുശോചനം ഇപ്പോൾ ഇടവക സെക്രട്ടറി ശ്രീ കുഞ്ഞമ്മ തോമസ് അറിയിക്കും. വേദിയിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാർ, പ്രിയപ്പെട്ട സിന്ധുമോളുടെ വേർപാട് മൂലം ദുഃഖത്തിലായിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദര കുടുംബങ്ങള്, ഇടവക അംഗങ്ങള്, ബന്ധുമിത്രാദികള്, ചർച്ചക്കാര്, അയൽവാസികള്, ചുറ്റുപാട് നമുക്കും കടന്നു വന്ന എല്ലാ, അത് ഒരു ഭവനത്തിൽ നിന്നൊരു ഭവനത്തിലോട്ടായാലും വേറൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ടായാലും അത് മനുഷ്യരെ എപ്പോഴും വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാകുന്നു ഈ വേർപാടെന്ന് പറയുന്നത്. അത് യൗവനത്തിലാകുമ്പോൾ അത് വളരെ കഷ്ടം ഉളവാക്കുന്നു, കഷ്ടത്തിലാക്കി തീർക്കുന്നു എന്നുള്ളത് നമുക്ക് ഏറ്റവും നമുക്കറിയാവുന്ന ഒരു സംഗതിയാകുന്നു. മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80 എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുവെങ്കിലും മനുഷ്യന്റെ ആയുസ് എപ്പോഴും എവിടെ വെച്ച് എങ്ങനെ അവസാനിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് അറിയുന്നില്ല. ഏത് സമയത്തും മരണം നമ്മളെ പിടിക്കാം. എന്നാൽ നമ്മളെപ്പോഴും ദൈവത്തിൽ പ്രത്യാശയുള്ളവരായി ഒരുക്കമുള്ളവരായി നമ്മൾ ജീവിക്കണം എന്നുള്ളത് നമുക്ക് യാഥാർത്ഥ്യമാകുന്നു. ഈ സിന്ധുമോളുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ഓർക്കുകയാണെങ്കിൽ വിവാഹം കഴിഞ്ഞ 10 വർഷക്കാലം ആകുന്നു. നമ്മുടെ ദേശത്ത് അനുഗ്രഹീതമായി കുടുംബജീവിതം നയിപ്പാൻ ആൾക്ക് ദൈവം ഇടയാക്കി. ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവമക്കളെ ആദരിക്കുവാനും നമ്മൾ വളരെ സന്നദ്ധതയായിരുന്നു. വളരെ സ്നേഹത്തോടെ ദൈവമക്കളെ ആദരിക്കുകയും എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ ദേവാലയത്തിൽ കടന്നു ദൈവാരാധനയിലും വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുകയും വളരെ സ്നേഹത്തോടെ, വളരെ താഴ്മയോടെ, വളരെ വിനയത്തോടെ, സ്നേഹത്തോടെ ഇടപെടുകയും ചെയ്യുന്ന ഒരു പ്രിയ പൈതലായിരുന്നു. ചെയ്തുകൊണ്ട് വളരെ അനുഗ്രഹീതമായ ജീവിതം നയിച്ചുകൊണ്ടിരുന്നതായിരുന്നു. കുടുംബത്തിലായിരുന്നാലും അവർ തമ്മിൽ വളരെ സ്നേഹമായി വളരെ അനുഗ്രഹമായ ജീവിതമായിരുന്നു അവർ നയിച്ചുകൊണ്ടിരുന്നത്. 2 കുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തു. അവരും ദൈവാശ്രയത്തിൽ വളർത്തിയെടുക്കുവാൻ കഴിയുന്നിടത്ത് മോളെ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴും അവരെ ആ ദൈവികമായ സ്നേഹത്തിൽ തന്നെയാണ് ഇടവകയിൽ എല്ലാ കാര്യങ്ങളിലും, മത്സരങ്ങളായാലും സൺഡേ സ്കൂളിലെ മീറ്റിങ്ങുകളായാലും അതിൻ്റെ എന്ത് കാര്യം വന്നാലും പരീക്ഷ സമയങ്ങളിലൊക്കെ ഉച്ചയാകുമ്പോഴും സിന്ധു കുഞ്ഞുങ്ങളെ കൊണ്ട് കടന്നു വരും. പരീക്ഷ കഴിഞ്ഞവരുമായിട്ട് മടങ്ങിപ്പോകും. അത്ര നല്ല അനുഗ്രഹീതമായ ജീവിതമാണ് ഇവിടെ നയിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരുന്നു. ഞങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു കുടുംബവുമായിരുന്നു അവരുടെ കുടുംബമായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി സ്ഥലത്തില്ലാത്തത് കൊണ്ട് അത് വന്ന് സംബന്ധിക്കുവാൻ സാധിക്കുന്നില്ല. എങ്കിലും ഞങ്ങളെയൊക്കെ എപ്പോഴും ഞങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഫോൺ വിളിക്കുന്നത്. അപ്പോഴൊക്കെ ഞങ്ങളെ പ്രത്യേകം അന്വേഷിക്കുകയും ഞങ്ങളോട് വളരെ സ്നേഹമായിട്ട് ഇടപെടുകയും ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ സേവിദാസന്റെ കൂട്ടായ്മയായിരുന്നാലും ഇടവ മിഷന്റെ പ്രാർത്ഥനയായിരുന്നാലും ഉപവാസ പ്രാർത്ഥനയിലൊക്കെയായി സമയമുള്ളപ്പോഴൊക്കെയും കടന്നു വന്ന് ഈ കൂട്ടായ്മയിലും ആരാധനയിലും ഒക്കെ പങ്കെടുത്ത് വളരെ അനുഗ്രഹീതമായ ജീവിതം നയിച്ചുകൊണ്ടിരുന്നതായിരുന്നു. അത് ഞങ്ങൾക്ക് നമ്മുടെ വേർപാട് നമ്മൾക്ക് ഏവർക്കും വളരെ ദുഃഖകരമായ ഒരു അനുഭവമായി തീർന്നുകൊണ്ടിരിക്കും. വളരെ തീവ്രമായിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ പങ്കുചേർന്നിരിക്കുന്ന കുടുംബാംഗങ്ങളും ഇടവകകളും പ്രിയപ്പെട്ടവരുമൊക്കെ ഉള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ കാതലായ മൗലികമായ ഉള്ളടക്കമാണ്. ദൈവമാണ് നമ്മുടെ ജീവന്റെ ഉടയവെന്ന് തരണം ചെയ്യേണ്ടതായി വരും. സ്വാഭാവികമായി മനുഷ്യൻ ഇത്തരം ചോദ്യങ്ങളുടെ മുൻപിൽ വിശ്വാസത്തിന്റെ തീവ്രതയിൽ നിൽക്കുമ്പോൾ പോലും വളരെ അസ്വസ്ഥനാവുകയോ അല്ലെങ്കിൽ സ്വയം അതിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയോ ചെയ്യുക സ്വാഭാവികമാണ്. ഈ ഭവനത്തിൽ ഒരു പ്രാവശ്യം പോകുവാൻ എനിക്കും ഇടയായി. ഇന്നലെ ഞാൻ ഈ വാർത്ത കേൾക്കുമ്പോൾ, ഞാനൊരു ആവശ്യത്തിന് പോയി യാത്രയിലായിരിക്കുമ്പോഴാണ് ഈ വാർത്ത കേൾക്കുന്നത്. ഇത്തരം ഒരു സന്ദർഭത്തിൽ നമുക്ക്
വിശദീകരണങ്ങളൊന്നും ഇല്ല. എന്നാൽ ഒന്ന് നമുക്ക് ബലപ്പെടാം. ഈ ശുശ്രൂഷയുടെയും അവസാനത്തിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, നിന്റെ കരുണയിൽ ശരണപ്പെട്ടുകൊണ്ട് ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ കരുണയിൽ ശരണപ്പെടുമ്പോൾ നമുക്ക് ഉത്തരമില്ലാത്ത ഇടങ്ങളിൽ പോലും ആ കരുണ നമുക്ക് ധാരാളമായി വരുന്നു. പൗലോസിന്റെ വാക്കുകളിൽ ഈ പ്രിയപ്പെട്ടവർക്ക് മനുഷ്യബുദ്ധിക്ക് തികച്ചും അതീതമായുള്ള ദൈവത്തിന്റെ സമാധാനവും ആ വലിയ കരുതലിന്റെ കരങ്ങളിലുള്ള സുരക്ഷിതമായ അനുഭവം ഈ കുഞ്ഞുങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും ഒക്കെ ദൈവം നൽകട്ടെ. സൗമ്യമായ സമീപനം പ്രാർത്ഥനകളൊക്കെ ക്രമീകരിക്കണം എന്ന് പറയുമ്പോൾ വളരെ താല്പര്യത്തോടെ അതിനൊക്കെ സ്വീകരിച്ചു. കുഞ്ഞുങ്ങളെ ഇത്ര ദൂരെയായിരുന്നിട്ടും കൃത്യമായ സമയത്ത് ക്രമമായി എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും സൺഡേ സ്കൂളിൽ പങ്കെടുത്തിരിക്കുന്ന, ക്രമമായി ഞായറാഴ്ചത്തെ ആരാധനകളിൽ പങ്കെടുക്കുന്ന, ദൈവത്തിനും ദേവാലയത്തിനും ധാരാളമായി കൊടുക്കുവാൻ മനസ്സുണ്ട്. മനസ്സിൻ്റെ താളം തെറ്റിയ ഏതോ നിമിഷത്തിൽ സംഭവിച്ചതാണ് കോശേശ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ആഗ്രഹമേ ആശ്വാസം നൽകുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെയും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെ ആ സമയത്ത് എന്നോടുണ്ടായിരുന്ന ചില ഗലീലക്കാരുടെ ജോലിയുടെ യാഗങ്ങളോട് വർത്തമാനം അറിയാനോട് അറിയിച്ചു. അതിനോട് ഉത്തരം പറഞ്ഞത് ഗലീലക്കാർ അനുഭവിപ്പാർ എല്ലാ ഗലീലക്കാരും ഭാവികളായിരുന്നു. ദൈവത്തിനും സ്തോത്രം പാടും.
പാടും ഞാൻ. പങ്കുതന്ന ദൈവത്തിനു സ്തോത്രം സ്തോത്രം പാടും ഞാൻ. അകയൽപ്പം നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. ഞങ്ങളുടെ നേരെ അടച്ചുകളയരുതേ. നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും മോചനത്തിനുള്ള മാമോദീസ ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹായേ, നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്ന് എന്നേക്ക് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആത്മീയമായ ശുശ്രൂഷ സംബന്ധിച്ച നിങ്ങളെല്ലാവരും ദൈവമായ കർത്താവിനെ സ്വീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവം ബലഹീനതയും കുറവുള്ളതായി നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസനത്തിൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഈ ശവസംസ്കാര ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാകും. നമ്മളോടൊപ്പം ആയി സാന്നിധ്യം കൊണ്ട് നമുക്ക് ആശ്വാസമാണ്. ബഹുമാനപ്പെട്ട മാത്യപ്പിച്ചോണസിനോടും സീഗൽ ക്രിസ്ത്യൻസിനോടും കൂടി വന്ന എല്ലാവരോടുമുള്ള നന്ദി കുടുംബത്തിൻ്റെയും ഇടവകയുടെയും പേരിൽ അറിയിക്കുന്നു. വന്ന് കൂടപ്പെട്ടവർക്ക് റിഫ്രഷ്മെന്റ് ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൂടി പങ്കുചേർന്നതിന് മാത്രമേ പിരിഞ്ഞു പോകാവൂ എന്ന് സ്നേഹത്തോടെ ഓർക്കുന്നു. സദയം തൂഗണമേ
സർവേശ